ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെ ഇട്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ തമിഴിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് മൈ ജേർണി ഫ്രം കേരള, അതായത് ഇന്ത്യ ടു ജർമ്മനി ആണ്. It's literally my journey from the very start of writing B2 exam to me being in Germany. അപ്പോൾ അത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഐ ഹാവ് കപ്പിൾ ഓഫ് തിങ്സ് ടു സേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജർമ്മനിയിൽ എത്തിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ ജർമ്മനിയിൽ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 8 months ആവാനായി. ആൻഡ് ഇവിടെ വന്നൊരു 3 to 4 weeks കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആൻഡ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ്. അപ്പോൾ മൈ വ്ളോഗിങ് എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ബിക്കോസ് ഇപ്പോൾ 8 മാസം ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വീഡിയോയിലുണ്ട്. ബട്ട് ആ ടൈമിൽ ലിറ്ററലി എൻ്റെ വെരി ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ടൈമിൽ എനിക്ക് ചാനലില്ല. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് എനിക്ക് പിന്നീട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഐ നോ ഐ എം ഗോയിങ് ത്രൂ വെരി സ്പെഷ്യൽ മൊമെൻറ്റ്സ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചത്. സോ ലിറ്ററലി ഐ വാസ് വ്ളോഗിങ് ഫോർ മൈസെൽഫ്. ആൻഡ് പണ്ടോട്ടുള്ളൊരു ശീലമാണ്, ഫോണോ എന്തെങ്കിലും ക്യാമറയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആ ഒരു ശീലം ഇതിലും കാണിച്ചു വന്നേ ഉള്ളൂ. ആൻഡ് ഐ വാസ് വെരി കോൺഷ്യസ്, ലൈക്ക് ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ കുറേ തവണ ഇരുന്ന് ആലോചിച്ചിരുന്നു. നേരത്തെ തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നതാണ്. ആൻഡ് വേണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞാൻ എത്തി. ബിക്കോസ് ഐ വാസ് സോ കോൺഷ്യസ്. ബട്ട് ദെൻ ലൈക്ക് നൗ I was thinking like why not, because you guys are my family. അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ വോയിസ് ആണെങ്കിലും എൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും ഒക്കെ ഏറ്റവും വെരി ലോ ആണ് ഈ ഒരു വീഡിയോയിൽ. ബട്ട് ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വോയിസ് ആണെങ്കിലും എൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും ഒക്കെ ഭയങ്കര ലോ ആണ് ഈ ഒരു വീഡിയോയിൽ. ബട്ട് നെവർത്ത്ലെസ് ഒത്തിരി മൊമെൻറ്റ്സും ഒത്തിരി മെമ്മറീസ് ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളെ പിടിച്ചിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അത്ര എഫേർട്ട് ഇട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ബിക്കോസ് പലതും പല സ്ഥലങ്ങളിൽ കിടന്ന ഒത്തിരി വീഡിയോസ് ഞാൻ ഒരുമിച്ച് എന്താ പറയുക, ഒരു നൂലിൽ കെട്ടി കോർത്ത് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിച്ചു തരികയാണ്. സോ ഐ ടുക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ ദിസ്, എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി. ആൻഡ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കുറച്ച് വൈകിയതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. It's because once I start editing, I see my family, my friends, their love, and ഞാൻ പിന്നെ ഇമോഷണൽ ആവും. പിന്നെ ഞാനത് പാതി വഴിക്ക് വെച്ചിട്ട് പോകും, പിന്നെയും തുടങ്ങും, പിന്നെ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് എ ലൂപ്പ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. സോ ദിസ് വീഡിയോ ഈസ് വെരി 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 സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളും കാണണമെന്ന് എനിക്ക് തോന്നി. സോ ഡു ഷോ സം ലവ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഒത്തിരി ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഇൻട്രൊഡക്ഷൻ. മതി ഇനി പോയി വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ, ബൈ. Going to write my beat. Seconds of the Gansen melt. പോകുന്നതിന് മുമ്പ് chill ചെയ്യാം. Okay. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ജയമോളുടെ
ഗായ്സ്. I'm so much into this song. എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി പോവാണ്. പേരൂപ്പ് നമ്പർ. Oh, I'm so excited. This is my outfit for my interview. Drink water. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ടൈം 1 മണിയാവുന്നു. 1:30 എൻ്റെ ഇൻ്റർവ്യൂ. പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ അത്ര ഇൻ്റർവ്യൂ കഴിക്കാൻ പോകുന്നു. ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. എൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലൂ ഡാർട്ട് കാലിക്കറ്റ് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് അത് വാങ്ങാൻ പോവാണ്. അത് തുറന്ന് നോക്കിയാൽ അറിയുള്ളൂ വിസ ഉണ്ടോ സംഭവം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ മമ്മീനോട് ലീവ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മി, പിന്നെ എൻ്റെ കസിൻ ബ്രദർ ജിത്തു മാമനാണ് കേട്ടോ. എൻ്റെ മാമൻ, എൻ്റെ മദർ, പിന്നെ എൻ്റെ ബ്രദർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 hour ഉണ്ട്. 3 മണിക്ക് മുന്നേ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തുറക്കുമ്പോഴേ അറിയുള്ളൂ അതിനുള്ളിൽ എന്താണ് എന്നുള്ളത്. ടെൻഷനൊന്നുമില്ല, ഞാൻ സ്ട്രോങ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ മമ്മീനെ വിളിച്ചത്. നമുക്ക് പോവാം. എന്താണ് പറയാനുള്ളത്? എനിക്ക് കിട്ടുമോ ഇല്ലയോ? അപ്പൊ ജിത്തുമൊന്നും ഉറപ്പില്ല അല്ലേ ഈ പോയേക്കും. ഇത് എൻ്റെ ഞാൻ പേടിച്ചു. റിജക്ഷൻ ലെറ്റർ വന്ന്. ഇത് റെസിപ്റ്റ്. നമുക്ക് വിസ കിട്ടി. എന്താണ് ജിത്തുമാൻ പറയാനുള്ളത്? എന്നത്തേക്കും പോണെന്നോ? നമ്മളൊന്ന് കരയേ നമ്മളെ. അയ്യോ കര. ഗായ്സ്, നമുക്ക് വിസ കിട്ടി ഗായ്സ്. മമ്മി എന്തെങ്കിലും ഒന്ന് പറ, പ്രേക്ഷകരെ അറിയട്ടെ. ഒച്ചത്തി പറ. അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇതോ ഷെഫ് സ്പെഷ്യൽ. രണ്ട് പെട്ടികൾ വന്നു. വിചാരിച്ചു എൻ്റെ എന്താ പറയുക, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പൊട്ടിക്കാം. പക്ഷെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ്. സോ ഇതെന്തോ എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ഒക്കെയാണ് എനിക്ക്. സോ ഓപ്പൺ. പെട്ടി പൊട്ടിക്കാൻ നമുക്ക് വേണ്ടത് കത്രിക, കത്തി.
കിട്ടി വന്നു ഗൈസ്. അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് ഫെയർവെല്ലിൽ കണ്ടതാണ്. പിന്നെ സൗഹൃദത്തിന്റെ ആഴംപോലെ ഞങ്ങള് കണ്ടിട്ട് പോലുമില്ല. അതെ അതെ, ഇതാണ് ആർദ്ര, അൻസബ, ഷർമി. ഇവർ പോവുകയാണ്. അതെ അതെ, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൽ തേങ്ങൽ നീ. മണൽ കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാനാളുവാൻ.
മിക്കുട്ട പറയാനുള്ളത്? ജിത്തുമാമ എന്താണ് ജിത്തുമാമിന് പറയാനുള്ളത്? താങ്ക് യു. മദറു എന്താണ് എന്റെ ജയമോൾ, എന്റെ ചക്കുടുമ. അപ്പച്ചി വരാമേ, അപ്പച്ചി കുഞ്ഞിനെ കൂട്ടാൻ വരാം. പുൽക്കൊടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയെയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു